ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബന്ദിപ്പൂർ നാഷണൽ പാർക്കിലേക്കാണ്. ബന്ദിപ്പൂർ നാഷണൽ പാർക്കിൽ ഒരു ദിവസത്തെ യാത്രയാണ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം. പച്ചപ്പും പുൽമേടുകളും നിറഞ്ഞ ബന്ദിപ്പൂർ ഫോറസ്റ്റിലൂടെ നമ്മൾ ഫോറസ്റ്റുകാരുടെ വാഹനത്തിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അവരുടെ നമ്മുടെ കൂടെ നമ്മൾ 3 ആൾക്കാരുണ്ട്. അത് കൂടാതെ നമ്മുടെ കൂടെ ഫോറസ്റ്റ് ഓഫീസേഴ്സായ 2 പേരും കൂടെ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മളിവിടുന്ന് ഫോറസ്റ്റ് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ചെറിയ ചെറിയ മീനുകൾ, മാനുകളെയും അങ്ങനത്തെ മൃഗങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഇത് ബന്ദിപ്പൂർ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ നാഷണൽ പാർക്ക് ആയതുകൊണ്ട് ഒരുപാട് വൈൽഡ് ആനിമൽസിനെ നമുക്ക് കാണാൻ സാധിക്കും. മറ്റേ ആന, പുലി, കടുവ, അങ്ങനത്തെ എല്ലാ തരത്തിലുള്ള മൃഗങ്ങളെയും കാണുന്ന രീതിയിലാണ് നമ്മുടെ യാത്ര നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫോറസ്റ്റിലേക്ക് അങ്ങോട്ട് കിടക്കുമ്പോൾ നല്ലൊരു റോഡാണ്. അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് റോഡിൻ്റെ ഇതൊക്കെ മാറും. അത് നമ്മൾ കാട്ടുപോത്തെന്ന് വിളിക്കുന്ന കാട്ടി സൈസ് കണ്ടോ, എങ്ങനെയുള്ള ഒരു 250 കിലോന് മുകളിൽ വെയിറ്റ് വരും കേട്ടോ സാധനം. കണ്ടോ, ഞങ്ങൾ നോക്കിയിട്ട് നിൽക്കുവാണ്. ഇത് ഒറ്റയ്ക്കായിരിക്കില്ല, ഇതിനപ്പുറത്തേക്ക് മാറി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അതിൻ്റെ കൂടുതൽ ആൾക്കാരുണ്ടാവും കേട്ടോ. നമ്മളിവിടുന്ന് കാണുന്ന പോലെയല്ല, അവിടെ നിന്ന് അങ്ങോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ടാവേ. നമ്മൾ കാട്ടിൽ നിന്ന് അടുത്തെത്തുന്നത് നമ്മുടെ ഒരാനേൻ്റെ അടുത്തേക്കാണ്. ഒറ്റയാനാണെന്ന് തോന്നുന്നു, ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. നല്ല പുല്ല് പറിച്ച് തിന്നുന്ന നല്ല തീറ്റേൻ്റെ തിരക്കിലാണ്. ആർക്കും ഒരു ശല്യമില്ലാതെ പതുക്കെ പുല്ലൊക്കെ പറിച്ച് തിന്ന് നിൽക്കുക കേട്ടോ. നമ്മൾ ഈ ഫോറസ്റ്റിനുള്ളിൽ കടന്നു കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരുപാട് ആനകളെയും മൃഗങ്ങളെയും കാണാൻ പറ്റും. നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം ഈ ഏരിയകളിൽ ഒറ്റയാൻ കൂടുതൽ ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ ഗാർഡുകൾ കറക്റ്റ് അതിനെക്കുറിച്ച് അറിയുന്നതുകൊണ്ട് നമ്മൾ അതനുസരിച്ചിട്ട് അവരാണ് നമ്മളെ വഴികാട്ടി കൊണ്ടുവന്നത്. നമ്മളപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച ഒരാൾ അവിടെ ഇരിക്കുന്നു. വാവ്, എന്താ ലുക്ക് നോക്കി, എന്താ ഭംഗി നോക്കി. നമ്മളുടെ ഇതേപോലെയുള്ള മൃഗങ്ങളെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കണ്ടോ, കടുവ. ഈ കടുവയ്ക്ക് വാൽഭാഗത്ത് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അത് വേറെ കടുവകളുടെ ആക്രമണത്തിൽ പറ്റിയ പരിക്കാന്ന് തോന്നുന്നു. നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അതാണ് ഇതിങ്ങനെ മൂളിക്കൊണ്ട് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നത്. കാരണം നല്ല വേദന ഉണ്ടാവും. കാരണം നല്ല വലിയ രീതിയിലുള്ള പരിക്കാട്ടോ, നല്ല എഫക്റ്റുള്ള പരിക്കാണ്. അടുത്തൊരു കൊമ്പനെ നമ്മൾ കാണുന്നു. ചുള്ളിക്കൊമ്പനാണെന്ന് തോന്നുന്നു. ഇത് ഏഷ്യൻ വിഭാഗത്തിൽപ്പെട്ട ആനയ്ക്ക് ഒരു ലിമിറ്റഡ് വലിപ്പം ഉണ്ടാവുള്ളൂ. ആഫ്രിക്കൻ ആനകളെ പോലെ വലിയ ചെവിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിന് അത്യാവശ്യം നീളമുള്ള കൊമ്പുണ്ടാവും. നല്ല കറുപ്പ് കളറായിരിക്കും. ഈ കാടുകൾ ആരാ പോകുന്നതെന്ന് നോക്കിയാൽ പതുക്കെ ഒരാളിത് പതുക്കെ പോകുന്നുണ്ട്. ഇതാണ്ടോ, മരത്തിൻ്റെ മുകളിൽ കയറി കണ്ടോ. പുള്ളിപ്പുലിയാണിത്. പുലിയാണ്, പുലി. കണ്ടോ, മരത്തിൻ്റെ അതിനകത്ത് കയറി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ആൾ റെസ്റ്റ് ചെയ്യാൻ തോന്നുന്നു. കാരണം നമ്മൾ ഈ പുള്ളിപ്പുലി മരത്തിൻ്റെ മുകളിൽ, നമ്മൾ ഈ കൂടുതൽ ഫോറസ്റ്റിലൂടെ പോകുമ്പോൾ പുലി ഈ മരത്തിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ചാടിയാണ് ആക്രമിക്കുന്നത് കൂടുന്നത്. ഇത് മരത്തിൻ്റെ മുകളിലാണ് കൂടുതൽ ഇരിക്കുന്നത്. മരത്തിൻ്റെ മുകളിൽ സ്വസ്ഥമായിട്ട് ആൾ ഇരിക്കുക കേട്ടോ. ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുന്നതെന്ന് തോന്നുന്നു. ഇത് കണ്ടോ, ഇത് മാൻ വിഭാഗത്തിൽപ്പെട്ട വേറെ തരത്തിലുള്ള കണ്ടോ.
ഇത് നമ്മുടെ സാധാരണ മാനുകളെ കാണുമ്പോൾ അധികം കൂട്ടമൊന്നും കാണില്ല. ഇതിൻ്റെ ചില മാനുകൾക്ക് നമ്മൾ നല്ല കൊമ്പ് കാണാം. ഇത് നമ്മുടെ മറ്റേ സാധാ മാനുകളെ അത്ര കാണാൻ ഭംഗിയൊന്നുമില്ല, പക്ഷേ നല്ല വലിപ്പവും നല്ല സൈസും ഉള്ള മാനുകൾ കേട്ടോ ഇത്, ഇങ്ങനത്തെ മാനുകൾ. നമ്മൾ ഉൾക്കാടുകളിലേക്ക് കയറിയപ്പോഴേക്കും നമുക്ക് റോഡുകൾ മണ്ണിട്ട റോഡുകളായി. അപ്പോൾ ഏറ്റവും കൂടുതൽ അപകടം പിടിച്ച വഴിയിലൂടെയാണ് നമ്മൾ പോണത്. ഇത് എന്നും രാവിലെ നമുക്ക് അവിടെ നിന്ന് ബന്ദിപ്പൂർ നാഷണൽ പാർക്കിൻ്റെ ഓഫീസിൽ ചെന്നിട്ടാണ് നമുക്ക് അവിടെ നിന്ന് ബുക്ക് ചെയ്തിട്ട് പോകാൻ പറ്റും. പീക്കോക്ക് നല്ല പീലി വിടർത്തി നിൽക്കുന്നുണ്ടോ. അത് അവർ പീക്കോക്കിന് നിർത്തമാണ്. പിന്നെ നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ ബന്ദിപ്പൂർ ഫോറസ്റ്റിൽ നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പോരാൻ പറ്റും. അപ്പോൾ അവരുടെ വാഹനത്തിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും ഉൾ ഫോറസ്റ്റിലേക്ക് നമ്മൾ കൊണ്ടുപോകും. അത് നമുക്ക് നല്ലൊരു അനുഭവം പകരുന്ന ഒരു യാത്രയായിരിക്കും കേട്ടോ. എല്ലാവരും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. നല്ല രീതിയിലുള്ള നമുക്കൊരു അനുഭവം കിട്ടുന്നൊരു ട്രിപ്പായിരിക്കും ഇത്. ഈ കുരങ്ങന്മാർ മരത്തിൻ്റെ തുഞ്ചത്ത് കയറുന്ന എന്തോ പറിച്ചിരുന്നു കേട്ടോ. നോക്കി എത്ര ചില്ല് കമ്പിൻ്റെ മുകളിൽ കയറി ഇരിക്കുന്നതെന്ന് നോക്കി. പുളിയായിരുന്നു കേട്ടോ, പുളി പറിച്ച് തിന്നുക. ഓ, എല്ലാം കൂടി ആ കൊമ്പത്ത് എങ്ങനെ ഇരിക്കുന്നു എന്ന് ഒടിഞ്ഞു വിടൂലെന്ന് തോന്നുന്നു എനിക്ക്. അവരത്രയ്ക്ക് ബാലൻസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അടിപിടിയും കൂടുന്നുണ്ട് എല്ലാം ഇടയ്ക്കിടയ്ക്ക്. വേറൊരാൾ നടന്ന് വരുന്നുണ്ട്, കരടി. അല്ലോ പതുക്കെ അങ്ങനെ വരുക കേട്ടോ, മണം പിടിച്ച് പതുക്കെ വരിക. നമ്മളൊക്കെ പണ്ട് പഠിച്ച രീതിയിൽ കരടി വരുമ്പോൾ നമ്മൾ ചത്ത പോലെ കിടക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. എന്തായാലും റോട്ടിൽ നിന്ന് മാറി സൈഡിലേക്ക് മാറിയിട്ടുണ്ട്. നമ്മുടെ യാത്രയ്ക്ക് തടസ്സം. ഇതാ ഓടി വരുന്നുണ്ട്, ഓടി മാറുമ്പോൾ കുഴപ്പമില്ല. ഇതവിടെ കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്ക് പോകുമ്പോഴേ നമുക്ക് പെട്ടെന്ന് ഇവറ്റകളുടെ ആക്രമണം നമുക്കുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കൊമ്പുള്ള വിഭാഗത്തിൽ ആൺവിഭാഗത്തിൽപ്പെട്ട മാനുകൾക്കാണ് കൊമ്പുള്ളത്. കൊമ്പുള്ള മാനാണ് കാണുന്നത്. വണ്ടീൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴേക്കും അതിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എല്ലാത്തിനും ഇത് ഈ ഫോറസ്റ്റിൻ്റെ മൃഗങ്ങൾ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചും വേറെ മൃഗങ്ങൾ തിന്നാൻ പിടിച്ചിട്ടൊക്കെ ആയിട്ട് പരിക്ക് ഭയങ്കരമായിട്ട് വരുന്നത്. ഇതിന് കഴുത്തിലൊരു പരിക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. വേറെ ഒരാൾ നടന്ന് കയറി വരുന്നുണ്ട്. പെണ്ണാനെയാണെന്ന് തോന്നുന്നു. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നടന്ന് നമ്മുടെ വണ്ടീൻ്റെ അടുത്തേക്കാണ് വരുന്നത്. കുഴപ്പമില്ലാന്ന് പറഞ്ഞാൽ ആക്രമിക്കാനുള്ള തന്ത്രപ്പാട് കാണുന്നില്ല. പിന്നെ നമ്മൾ വാഹനത്തിലായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. വനം വകുപ്പിൻ്റെ ഇതേപോലെയുള്ള വാഹനത്തിലാണ് നമ്മൾ യാത്ര കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിങ്ങനെ കുറേ വണ്ടികളിങ്ങനെ മുന്നിലും പോകുന്നുണ്ട്, ചിലത് അങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ട്. ഇത് പെൺമയിലുകളാട്ടോ. പെൺമയിലുകൾ മരത്തിൽ മുകളിൽ ഇരിക്കുന്നുണ്ട്. പെൺമയിലുകൾ കാൺമയിലുകളെ പോലെ വലിയ പീലിയൊന്നും ഉണ്ടാവില്ല. പെൺമയിലുകൾ ഇത് അവിടെ ഇരുന്ന് നിരീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഈ ഏരിയയിൽ മാൻകൂട്ടം ഒരുപാടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പല സ്ഥലത്തുള്ള മാൻകൂട്ടങ്ങൾ കണ്ടിട്ടുണ്ട്. എല്ലാം ഒന്നും ഇതിനകത്ത് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. നമ്മളൊരു അരമണിക്കൂറിനുള്ള വീഡിയോ എന്നുള്ള രീതിയിൽ കണ്ടതെല്ലാം കൂടെ നമ്മൾ ചുരുക്കുക. നമ്മൾ 4-5 മണിക്കൂർ കണ്ടതെല്ലാം കൂടെ നമ്മളൊരു അരമണിക്കൂറിനുള്ളിൽ ചുരുക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടെ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ കഴിഞ്ഞാൽ പലതരത്തിലുള്ള പക്ഷികളും മൃഗാദികളും മരങ്ങൾ പലതരത്തിലുള്ള സസ്യങ്ങൾ എല്ലാം ഉണ്ടാവും.
നമുക്ക് പലതിനും പേരും അറിയാൻ പറ്റില്ല, പലതരത്തിലുള്ള പക്ഷികളും മൃഗങ്ങളൊന്നും കണ്ടിട്ടില്ല. അവിടെ പരുന്തിരിക്കുന്നു, പരുന്താന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ നമ്മൾ താഴെ കൊണ്ട് ചെറിയ രീതിയിലുള്ള വാഴത്തത്ത പോലത്തെ തത്ത. നമ്മൾ അവിടെ നിന്ന് യാത്ര കുറേ ഉള്ളിലേക്ക് മാറിയിട്ട് നമ്മൾ റൗണ്ട് അടിച്ച് തിരിച്ചു വരുന്ന രീതിയിലാണ്. ഇതൊരു പ്രത്യേക തരത്തിൽപ്പെട്ട പീജൻസ് ഉണ്ട്, എല്ലാ തരത്തിൽപ്പെട്ട ഒരു പീജൻസാണത്. ഇത് ഇങ്ങനെ ചെറിയ ചെറിയ പുഴുക്കളൊന്ന് കൊത്തി തിന്നും കേട്ടോ. നദീൻ്റെ കാറ്റുള്ള പുഴുക്കളെ മൊത്തം കൊത്തി തിന്നൊന്ന് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഫോറസ്റ്റിലുള്ള നമ്മൾ നമ്മളിപ്പോൾ ഒരു സീസൺ ടൈമാണ്, അതുകൊണ്ട് മൊത്തം നമ്മൾ പച്ചപ്പ് കാണാം. നമ്മൾ വേനൽക്കാലത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്ര മൃഗങ്ങളെ കാണാൻ പറ്റില്ല, അതുകൊണ്ട് ഇത്ര പച്ചപ്പ് ഇത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല, മൊത്തം വരണ്ട് ഉണങ്ങി നിൽക്കുന്നതായിരിക്കും. ഇപ്പോൾ കണ്ടത് ഈ പച്ചപ്പിനടുക്കളുണ്ട്, ചെറിയ റോഡ് എടുത്ത് കുരങ്ങനെ ഓടുന്നുണ്ട്. ഇതാണ് നമ്മുടെ രാജാവ് വരുന്നുണ്ട്. രാജാവിനെ കണ്ടിട്ടാണ് ഈ മൃഗങ്ങൾ ഓടിയത് കേട്ടോ. ആൾ റോഡ് ക്രോസ് ചെയ്ത് വരാനുള്ള വരുവാന്ന് തോന്നുന്നു കേട്ടോ. പതുക്കെ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾ ശരിക്കും അങ്ങ് ഉള്ളിലേക്ക് എത്തി കേട്ടോ. ഉള്ളിലേക്ക് എത്തിയപ്പോഴേക്കും മരങ്ങളൊക്കെ തിങ്ങി പറക്കുന്ന മരങ്ങളും പുല്ലൊക്കെ പുല്ലൊക്കെ പച്ചപ്പൊക്കെ നിറഞ്ഞ നല്ല സ്ഥലങ്ങളാണ് കേട്ടോ. കാണാൻ നമുക്ക് നല്ല സ്ഥലങ്ങളാണ്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേനൽക്കാലമായിട്ടുണ്ടെങ്കിൽ വെള്ളമൊന്നും കിട്ടാതെ ഈ പുല്ലൊക്കെ ഉണങ്ങി പോകുന്നതാണ് മൃഗങ്ങളൊക്കെ നമ്മുടെ നാട്ടിലേക്കൊക്കെ ഇറങ്ങുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ കേരള ഫോറസ്റ്റും അല്ല, ഇവിടുത്തെ ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഭയങ്കര വലിപ്പമാണ്. അതുകൊണ്ട് അത് ഭയങ്കര ഈ കുന്നും മലകളൊന്നും ഇല്ല, നല്ല നിരപ്പായ സ്ഥലങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ രാത്രി നമ്മുടെ നാട്ടിലെ എരുമേനെ പോലത്തെ ഇതാണ്. കാട്ടി വിഭാഗത്തിൽ പെടുന്നതല്ലത്, ഇത് വേറെ നമ്മുടെ പോത്ത് വിഭാഗത്തിൽ പെടുന്നതാണ് കേട്ടോ. പോത്ത് എരുമ വിഭാഗത്തിൽ പെടുന്നതാണ്. നമ്മുടെ കാട്ടി ആകുമ്പോൾ നല്ല സൈസ് ബോഡിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും, നല്ല മസിൽ പോലെ ഇതൊക്കെ ഉണ്ടാവും. നമ്മുടെ വാഹനത്തിന് മുന്നിൽ കിടത്ത ഒരു മാൻകൂട്ടം ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. വണ്ടി അവിടെ നിർത്തി വെച്ചേക്കാണ് ഇവർ ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടി. നമ്മളിതിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ മൃഗങ്ങൾക്ക് ശല്യം ഉണ്ടാകുന്ന രീതിയോ അല്ലെങ്കിൽ അവർക്ക് അപകടം ഉണ്ടാകുന്ന രീതിയിലൊന്നും നമ്മൾ ഒന്നും പെരുമാറാനൊന്നും പാടില്ല. മരം കുത്തി കേട്ടോ. ഈ കർണാടകത്തിലെ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ അവിടെ ഇവിടേക്ക് അവർ ചെറിയ കുളങ്ങൾ പോലെ കുത്തിയും ഒക്കെ വെള്ളങ്ങൾ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. കാരണം മൃഗങ്ങൾക്ക് വെള്ളം കിട്ടുന്നതിന് അങ്ങനെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ കുളങ്ങൾ പോലെയൊക്കെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ഈ ബന്ദിപ്പൂർ ഫോറസ്റ്റിൻ്റെ നമ്മുടെ ഒരു സൈഡിൽ കൂടെയാണ് നമ്മുടെ കാവേരി നദി ഒഴുകുന്നത് കേട്ടോ.
നമ്മളിപ്പോൾ ഏകദേശം അവിടെ കാവേരി നദിനടുത്തേക്ക് നമ്മൾ എത്തും. നമ്മൾ ആ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഇതേ വെള്ളം കെട്ടിക്കിടക്കും. അപ്പോൾ ഇവരും വേനൽക്കാലത്ത് ഇതേ കുളത്ത് കൊണ്ടുവന്നിട്ട് വെള്ളങ്ങൾ നിറയ്ക്കുകയും ചെയ്യും. മൃഗങ്ങൾക്ക് കുടിക്കുന്നതിനൊക്കെ ആയിട്ട് ഈ സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് വെള്ളം നിറച്ച് വെക്കും. നമ്മുടെ വഴിമുടക്കിയായിട്ട് ഇതാ റോട്ടിലൂടെ ഒരാളിങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്. ഇത് റോട്ടിൽ നിന്ന് അങ്ങോട്ട് മാറുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ ഈ മൃഗത്തെ ശല്യം ചെയ്ത് നമ്മൾ ഓണടിച്ചോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഈ ശല്യം ചെയ്യുമ്പോഴാണ് ഇവറ്റകൾ നമ്മളെ ആക്രമിക്കാൻ വരുന്നത്. അപ്പോൾ അവരുടെ പാട്ടിന് വിടുക, നമ്മളവരെ ഉപദ്രവിക്കാതെ അവരെ ശല്യം ചെയ്യാതിരുന്നാൽ മതി. അതാണ് വഴിക്ക് പോകുന്നത്. ആ വഴിക്ക് അങ്ങ് പോയി, യാതൊരു പ്രശ്നങ്ങളില്ല. കണ്ടോ, നമ്മളവരെ ശല്യം ചെയ്യാൻ പോകുമ്പോഴാണ് അവറ്റ നമ്മളെ ആക്രമിക്കാൻ വരുന്നത്. ഇതാ നമ്മൾ അവിടെ നദിയുടെ കടയിലേക്ക് എത്തിയിട്ടോ. നമ്മുടെ കബിനി നദിയാണ് കാണുന്നത്. കബിനി നദീൻ്റെ ഒരു ഭാഗത്തൂടെ പോകണം നമ്മൾ കേട്ടോ. ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് പ്രത്യേകം നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ പാസ്വേഡും കാര്യങ്ങളും എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ബോട്ടിങ്ങൊക്കെ അനുവദിക്കും. ബോട്ടിങ്ങും കൂടെ പോകുമ്പോൾ നമ്മൾ ഈ മൃഗങ്ങൾ വെള്ളം കുടിക്കാൻ പറ്റുന്ന കാര്യം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിന് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ അനുവദിക്കുന്നുണ്ട്. നമ്മൾ സെപ്പറേറ്റ് പാസ് എടുത്തിട്ട് പോകണം. നമ്മൾ അവിടെ നിന്ന് ആദ്യം ഇങ്ങനെ പാസ് എടുക്കണമായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് പാസ് എടുത്തിട്ടില്ല. കണ്ടോ, പലതരത്തിലുള്ള കൊക്കുകൾ കണ്ടോ. ഈ നമ്മുടെ നദീൻ്റെ കരകളിൽ ചെന്നിട്ട് നമുക്കിങ്ങനെ നമ്മൾ കാണാൻ പറ്റാത്ത, റെഗുലറായിട്ട് നമ്മൾ കാണാത്ത പലതരത്തിലുള്ള ഈ പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാൻ പറ്റുമല്ലോ. ചെറിയ ചെറിയ പക്ഷികളൊക്കെ നമുക്ക് കാണാൻ പറ്റുമേ. ചെറിയ ചെറിയ താറാവ് നമ്മൾ കണ്ട കാര്യങ്ങൾ, കൊക്കുകൾ കണ്ട, ചെറിയ മാനുകളൊക്കെ അവിടെ പുല്ല് തിന്നാൻ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ കഴുകന്മാർ കണ്ടോ. ഒരു ചത്ത മാന എല്ലാം കൂടെ തീറ്റയാക്കുവാണ്. നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ കേരളത്തിലൊന്നും നമ്മൾ അധികം കാണാത്തൊരു സാധനമാണ് കഴുകന്മാർ. അപ്പോൾ ഈ ബന്ദിപ്പൂർ ഫോറസ്റ്റിൽ ഒരു നാഷണൽ പാർക്കായിട്ട് ഇതിനെ വളർത്തുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ കഴുകന്മാർ ഒരുപാട് കാണാനുണ്ട്. ഈ ചത്ത മൃഗങ്ങൾ ഭക്ഷണമാക്കാനുള്ള ഒരു മെയിൻ പരിപാടി. അവിടെ ഓർമ്മ നിൽക്കുന്നത് ഇപ്പോൾ നിൽക്കണ്ട, രാജാവിനെ പോലെ നിൽക്കുവാണ്. മൊത്തം വീക്ഷിക്കുകയാണ്. വണ്ടീനെയൊക്കെ സൗണ്ട് കേട്ടിട്ടേ മൊത്തം വീക്ഷിക്കുകയാണ്.
നമ്മൾ ഒരുപാട് ഉള്ളിലേക്ക് അങ്ങ് എത്തിട്ടോ. ഇത് വാഹനങ്ങൾ ഡെയിലി പോകുന്നതുകൊണ്ട്, എപ്പോഴും വാഹനങ്ങൾ പോകുന്നതുകൊണ്ട് റോഡൊക്കെ നല്ല മണ്ണിട്ട റോഡാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള റോഡുകളാണ്. കാരണം ഇവരത് ഈ ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് അവരൊരു ശരിക്കും ഒരു ടൂറിസം ആയിട്ടാണ് കണക്ക് കൂട്ടുന്നത്. ഇതാ കാടിനുള്ളിൽ ചെറിയൊരു അനക്കം കാണുന്നുണ്ട്. അതാണ് നമ്മുടെ കൂടെയുള്ള ഗാർഡുമാർക്ക് ഇതൊക്കെ കറക്റ്റ് അറിയാം. അവർ ചെറിയ അനക്കം കണ്ടപ്പോഴേക്ക് നിർത്തി. കണ്ടോ, കാടിനുള്ളിൽ ഒരാളിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കുകയാണോ എന്ന് സംശയമുണ്ട്. അത് പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. തിരിച്ചു വരുവാണോ? നമ്മുടെ മുന്നിലൊരു വണ്ടി നിർത്തിയിട്ടുണ്ട്. ആ വണ്ടീൻ്റെ അടുത്തിലേക്കാണ് പോണത്. അപ്പോൾ ഇവർക്ക് പിന്നെ ഇതൊക്കെ സ്ഥിരം ആയതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. വണ്ടീനെ ആക്രമിക്കാനൊന്നും പോകുന്നില്ല. വണ്ടി അവിടെ നിർത്തുന്നു, ഇവരവിടെ നിന്ന് നോക്കി നിൽക്കുന്നു. നമ്മൾ ശല്യം ചെയ്യാതിരുന്നാൽ മതി കേട്ടോ. ഇതധികം നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ഇത് പെട്ടെന്ന് കാണാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ കാട്ടുകോഴി. കണ്ടോ, നമ്മുടെ നാടൻ കോഴി പോലെ തന്നെയുണ്ട്. ഇതാണ് കാട്ടുകോഴി. കാണാൻ നല്ല ഭയങ്കര ഇതാട്ടോ, നല്ല ഭംഗിയാണ്. ഇതാ നമ്മുടെ നാട്ടിൽ വളർത്തുന്ന കോഴീനെ പോലെ തന്നെയുണ്ട് കാട്ടിക്കൂടെ. അങ്കവാലൊക്കെ വെച്ചിട്ട് സെറ്റാ.
ഇവിടെ കുറേ ഡക്കുകൾ ഇവിടെ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഡക്കുകൾ ഇവിടെ വെള്ളത്തിൽ അങ്ങനെ തിരിഞ്ഞ് നടക്കുവാണ്. പലതരത്തിലുള്ള ഡക്കുകൾ, നമ്മൾ സാധാരണ നാട്ടിൽ കാണുന്ന രീതിയിലുള്ള ഡക്കുകളല്ല, അവിടെ പലതരത്തിലുള്ള ഡക്കുകളാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. നമ്മൾ ഇപ്പോൾ ഏകദേശം നമ്മൾ തിരിച്ച് പോവുകയാണ്. നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനൽ. താങ്ക്സ്.